പഠിച്ചത് കഴിഞ്ഞോ? ഇല്ല. കഴിഞ്ഞു? ഇല്ല. പഠിക്കുന്നുണ്ടോ? 10ാം ക്ലാസ്സിലാണല്ലേ? പേടിയുണ്ടോ? അതുകൊണ്ട് എന്തിനാ പേടിക്കുന്നേ? എന്തിനാ ശരിക്കും പരീക്ഷ നടത്തുന്നേ? എന്തിനാ പരീക്ഷ നടത്തുന്നേ? ശരിക്കും നമുക്ക് എന്തിനാ പരീക്ഷ? എന്തിനാ പരീക്ഷ നടത്തുന്നേ? നമ്മൾ 1ാം ക്ലാസ്സിൽ നിന്ന് 2ാം ക്ലാസ്സിലേക്ക് ജയിക്കാൻ പരീക്ഷ, 2ൽ നിന്ന് 3ലേക്ക് ജയിക്കാൻ പരീക്ഷ, 3ാം ക്ലാസ്സിൽ നിന്ന് 4ാം ക്ലാസ്സിലേക്ക് ജയിക്കാൻ പരീക്ഷ. അതേപോലെ എന്തിനാ പരീക്ഷ നടത്തുന്നത് എല്ലാ വർഷവും? ഒരു ടൈം പാസിന് വേണ്ടിയിട്ടാണോ? അല്ല. നമ്മൾ ലേൺ ചെയ്ത കാര്യങ്ങൾ, ഓരോ വർഷവും പഠിച്ച കാര്യങ്ങൾ നമ്മുടെ മെമ്മറിയിൽ, നമ്മുടെ ഓർമ്മയിൽ ഇരിക്കുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് പരീക്ഷ, അല്ലേ? നമ്മൾ 8 പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിലുണ്ടോ നടത്താൻ വേണ്ടി 8ൽ എക്സാം നടത്തുന്നു. 9 പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് 9ാം ക്ലാസ്സിന്റെ ലാസ്റ്റ് എക്സാം നടത്തുന്നു. അതുപോലെ 10ാം ക്ലാസ്സിലും നമ്മൾ ഈ 10 കൊല്ലം പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടോ എന്ന് നടത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു വലിയ എക്സാമാണ് നമ്മുടെ SSLC എക്സാം അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ എക്സാം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് പേരുണ്ടാവും, അല്ലേ? നമ്മൾ കുഞ്ഞിലേ മുതൽ പഠിച്ച കാര്യങ്ങളൊക്കെ കുഞ്ഞിതായിട്ടാണ് പഠിച്ചത്. 10ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ കുറെ വലുതായിട്ട് പഠിക്കേണ്ടി വന്നു. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഓർമ്മയിലിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഈ പരീക്ഷയ്ക്ക് പേടി വരുന്നത്. ശരിക്കും രണ്ട് ആൾക്കാർക്കാണ്, 2 സെക്ഷൻ കുട്ടികൾക്കാണ് എക്സാമിന് പേടി വരുന്നത്. അതായത് ഭയങ്കരമായിട്ട് നന്നായിട്ട് പഠിച്ചു, ടീച്ചർമാരും വീട്ടുകാരും ഒക്കെ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ കൊച്ചു നല്ല മാർക്ക് വാങ്ങും, നന്നായി ജയിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കുട്ടികൾക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. പിന്നെ ഒരു ആവറേജ് പഠിക്കുന്ന കുട്ടികൾക്ക് അത് ജയിക്കണല്ലോ, മറന്നു പോവലെന്നൊക്കെ ഉള്ള കുട്ടികൾക്കുണ്ടാവും ചെറിയ പേടിയോ, പഠിച്ചത് മറന്നു പോവല്ലോ, എന്നാലും തരക്കേടില്ലാത്തൊരു മാർക്ക് വാങ്ങിയിട്ട് ജയിക്കണം, അടുത്ത വർഷം അഡ്മിഷൻ കിട്ടണം എന്നിങ്ങനെ 2 രീതിയിലുള്ള കുട്ടികൾക്ക് എന്തായാലും എന്തുണ്ടാവും, എക്സാമിന് പേടിയുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് പരീക്ഷ സമയത്ത് പെട്ടെന്ന് സ്ട്രെസ് വരും, അല്ലേ? നമ്മൾ ഇപ്പം ഇരിക്കുന്ന പോലെയുള്ള എക്സാം ഹോളിൽ ഇരിക്കുക. ഇപ്പൊ നിങ്ങൾ പറയുന്നത് കേട്ടിരിക്കുന്നു, അങ്ങോട്ട് തിരിയുന്നു ഇങ്ങോട്ട് തിരിയുന്നു, ഭയങ്കര ഫ്രീ ആയിട്ടല്ലേ ഇപ്പൊ ഇരിക്കുന്നേ? ഇങ്ങനെയാണോ നിങ്ങൾ എക്സാം ഹോളിൽ കയറിയിട്ടിരിക്കുന്നേ? ആണോ? എന്ത് സംഭവിക്കുക എക്സാം ഹോളിൽ കയറുമ്പോ? എന്ത് സംഭവിക്കുക എക്സാം ഹോളിലേക്ക് കയറുമ്പോ? കയ്യിൽ എന്തൊക്കെ വേണം? പെണ്ണ് വേണം, ബോക്സ് സാധനങ്ങൾ വേണം, അതുപോലെ ബുക്ക് വേണോ? എക്സാം ഹോളിലേക്ക് കയറുമ്പോ ബുക്കൊക്കെ കൊണ്ടുവേണോ പോണേ? എന്ത് വേണം? ബുക്ക് വേണ്ട. ഹോൾ ടിക്കറ്റ് വേണോ? കിട്ടിയിട്ടുണ്ടോ സാധനം? ഹോൾ ടിക്കറ്റ് ഒക്കെ എത്തണല്ലേ നമ്മൾ എക്സാം ഹോളിലേക്ക് ചെല്ലുന്നേ? എക്സാം ഹോളിൽ ചെല്ലിരിക്കുമ്പോ അങ്ങോട്ടും മിണ്ടാൻ പാടില്ല, ഇങ്ങോട്ടും മിണ്ടാൻ പാടില്ല, ഭയങ്കര ശ്വാസം മുട്ടുന്നൊരവസ്ഥ. അതിന്റെ കൂടെ ഒരു ടീച്ചർ ഉണ്ടാവും, അല്ലേ? ടീച്ചർ വന്ന് നിൽക്കുന്നു. അപ്പൊ നമുക്ക് പരിചയമുള്ള ടീച്ചറാണ് നമ്മുടെ ഹോളിൽ വന്ന് നിൽക്കുന്നേ. നമ്മൾ ഇതുവരെ കാണാത്ത വേറെ ഏതോ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണ് SSLC എക്സാമിന് നമ്മളെ നോക്കാൻ വന്ന് നിൽക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു പ്രശ്നം, ഈ പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ പഠിച്ചോണ്ട് വീട്ടിൽ രാവിലെ എണീറ്റ് പഠിച്ചോണ്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? മറന്നു പോകും, അല്ലേ? സ്ട്രെസ് കൂടുമ്പോൾ എന്താണ്? നമുക്ക് ബ്രെയിൻ ഉണ്ട്, ബ്രെയിനിലൊരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ എന്ത് ചെയ്യും? ഒരു ഹോർമോൺ പെട്ടെന്ന് റാപ്പിഡായിട്ട് ഉത്പാദിപ്പിക്കുമ്പോൾ അതിന് റാപ്പിഡ് റെസ്പോൺസ് കൊടുക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകാൻ വേണ്ടി തുടങ്ങും. അതാണ് എക്സാം ഹോളിൽ കയറുമ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കല്, കൂളായിട്ട് കയറണം. അതിനാണ് നമുക്ക് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഒക്കെ തന്നത്. പേടിച്ചിരിക്കാനാണോ? നമ്മളൊന്ന് ശാന്തമായിട്ട് ഇരുന്നിട്ട് നമ്മുടെ ബ്രെയിനിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾക്ക് ഓർത്തെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം തന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ട് വർത്താനം പറഞ്ഞ് ആ കഥ നോക്കി ഇവരെ നോക്കിയിട്ട് നമ്മൾ കൂളാവോ? ഇല്ല. അപ്പൊ നമ്മൾ നമ്മുടെ ബ്രെയിനില് നമ്മൾ എക്സസൈസ് ചെയ്യിപ്പിച്ചെടുക്കണം. അപ്പൊ നമ്മൾ എക്സാം ഹോളിൽ കയറുമ്പോൾ ചെയ്യേണ്ട ഒന്നാണ് ഒരു ബ്രീത്തിങ് എക്സസൈസ് ഇല്ലേ? ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് പുറത്തേക്ക് നമ്മൾ സ്വന്തം ചെയ്യില്ലേ? അത് ഓരോരുത്തരും സ്വന്തം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ തന്നെ കൂളാവും. അപ്പുറത്തേക്ക് നോക്കി ഇപ്പുറത്തേക്ക് നോക്കി, അപ്പൊ അവര് നിന്നേക്കാളും ടെൻഷനാണ് അപ്പുറത്തിരിക്കുന്നവര്. അവരെ കാണുമ്പോൾ നീ എന്ത് ചെയ്യും? നിന്റെ ടെൻഷൻ ഇരട്ടിയാവും. ഇപ്പുറത്തേക്ക് നോക്കുമ്പോ ഇവരെന്ത് ചെയ്യും? ഇവരും അതിലും ടെൻഷനായിരിക്കും നിൽക്കുന്നത്. അപ്പൊ ഓൾറെഡി എന്ത് ചെയ്യും? നമുക്ക് ആർക്കും ഒരു കൂളായിട്ടിരിക്കുന്ന ആരെയും എക്സാം ഹോളിൽ കാണാൻ പറ്റില്ല. SSLC പരീക്ഷയിൽ പോവുകയാണെങ്കിൽ ഒരു കുട്ടീനെയും
പറഞ്ഞാൽ ഒരു കുട്ടികളും ഒരു ഫോണിലും കൂളായിട്ടിരിക്കില്ല. അവർ ഭയങ്കര ടെൻഷനായിട്ടായിരിക്കും ഇരിക്കുക. അപ്പൊ നമ്മൾ അപ്പുറത്തേക്ക് നോക്കി അവരുടെ ടെൻഷൻ നമ്മളെടുത്ത് വെക്കും, ഇപ്പുറത്തേക്ക് നോക്കി ഇയാളുടെ ടെൻഷൻ നമ്മളെടുത്ത് വെക്കും. അപ്പൊ നമ്മൾ ഫുൾ സ്ട്രെസ്ഡ് ആവും. ഫുൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് ഔട്ട് ആവും, നമ്മുടെ മൈൻഡിലൊന്നുമില്ല. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞു ഈ ഒരു സ്ട്രെസ്സിൽ നമ്മൾ എല്ലാ സ്ട്രെസ്സിൽ ഇരുന്ന് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും നമുക്ക് ഓർമ്മയിലുണ്ടാവില്ല. നമ്മൾ മറന്നു പോകും, ഒന്നും ഓർമ്മ വരില്ല. നമ്മൾ വിചാരിക്കും ഇത് എന്ത് ക്വസ്റ്റ്യൻ ആണ്, ഔട്ട് ഓഫ് സിലബസ് ആണോ എന്ന് കൂടെ വിചാരിക്കും. കാരണം നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അല്ലാതെ ടെൻഷൻ നമ്മുടെ തലയിൽ ഏറ്റി വെച്ചിട്ടായിരിക്കും നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നോക്കുന്നത്. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് വരുന്നത്. രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു വട്ടമല്ല വായിക്കണ്ടേ. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു വട്ടം വായിച്ചാൽ നമുക്ക് ഒന്നും ഓർമ്മ വരില്ല, 2 വട്ടം വായിക്കണം. രണ്ടാമത്തെ വട്ടം വായിക്കുമ്പോഴേ നമുക്ക് ഏതേലും പോയിന്റ് എവിടുന്നേലൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുള്ളൂ. അതായത് ഞങ്ങൾ SSLC എക്സാം എഴുതിയപ്പോഴും നമുക്ക് പറഞ്ഞു തരുന്ന ടീച്ചിങ് മെത്തേഡ് തന്നെയാണ്. നമ്മൾ ഒരു വട്ടം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ കൂടും. പക്ഷേ രണ്ടാമത്തെ വട്ടം വായിക്കുമ്പോഴോ അല്ലെങ്കിൽ മൂന്നാമത്തെ വട്ടം വായിക്കുമ്പോഴോ മാത്രമാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളുമായിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം കഴിഞ്ഞു, അയ്യോ സമയം പോയല്ലോ എന്ന് വിചാരിക്കാതെ നമ്മൾ 2 തവണ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം, ഇപ്പൊ കുറെ ഉത്തരങ്ങൾ നമുക്ക് 2 വട്ടം വായിക്കുമ്പോൾ കുറെ ഉത്തരങ്ങൾ നമുക്ക് അറിയാവുന്ന പോലെ തോന്നി. ഈ ക്വസ്റ്റ്യൻ എനിക്ക് അറിയാം, ഈ ക്വസ്റ്റ്യൻ എനിക്കറിയാം, ഇത് എഴുതാന്നൊക്കെ തോന്നി. അതിൽ ഏതാണ് നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് അറിയാവുന്നത്, ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഏതാണെന്ന് നമ്മൾ നോക്കാം. അത് നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം അറ്റൻഡ് ചെയ്യാൻ തുടങ്ങാം. എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് ഏതാണ്, ഇത് എഴുതിയാൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും, ഇതിന് എനിക്ക് അറിയാന്നുള്ള തോന്നൽ പറഞ്ഞ ഏത് ക്വസ്റ്റ്യൻ ആണോ നിങ്ങൾക്ക് ഫസ്റ്റ് തോന്നൽ പറഞ്ഞത് അത് ആദ്യം എഴുതാം. ഒന്നുകൂടെ ചിന്തിക്കുന്നത് നമുക്ക് കൺഫ്യൂഷൻ ആവും. ഫസ്റ്റ് ഏത് ക്വസ്റ്റ്യൻ ആണോ നമുക്ക് ഓക്കെ ഇത് എനിക്ക് എഴുതാമെന്ന് തോന്നുന്ന ഒരു കോൺഫിഡൻസ് ഉള്ളിലേക്ക് വന്നത് ആ ക്വസ്റ്റ്യൻ തന്നെ എഴുതാം. ഓക്കെ ഇതും അറിയാം അപ്പൊ ഇത് എഴുതിട്ട് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരണ്ട. ബെസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ ഏതാണോ അത് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അർത്ഥം നോക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മറന്നു പോകുന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ പെട്ടെന്ന് എടുത്തെഴുതാൻ നോക്കുക. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പലതും വേഗം മറന്നു പോകും. വേഗം മറന്നു പോകുന്നത് നമ്മൾ എന്ത് ചെയ്യാം, ഓടി നമ്മൾ എന്താ എടുത്തെഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മൾ പഠിക്കാന്ന് പറയുന്നത് നമുക്ക് ജന്മനെ കിട്ടുന്ന ഒരു സംഭവമാണോ? ആണോ? ജന്മനെ ഞാൻ നല്ല പാട്ടുകാരനാണ്, ജന്മനെ കുടുംബത്തിലെ പാട്ട് പാടുന്നവരാണ്, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ജന്മനെ എല്ലാവരും ഡാൻസ് കളിക്കുന്നവരാണ്, അങ്ങനെ പറഞ്ഞു കിട്ടുന്ന ഒരു സംഭവമാണോ പഠനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പഠിക്കുക എന്ന് പറയുന്നത്? ആണോ? പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ലേൺ ചെയ്തെടുക്കാണ്. ഞാൻ ഒരു കാറിന്റെ ചാവി തന്നിട്ട് നിങ്ങളോട് ഓടിക്കാൻ പറയാണ്, നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റുമോ? പറ്റില്ല. എന്ത് ചെയ്യണം, അത് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ചേട്ടൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിലോ പോയിട്ട് പഠിക്കണം. പഠിച്ചെടുക്കുന്ന സ്കില്ല് തന്നെയാണ് നമ്മൾ ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. അതേപോലെയാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും, ഓരോ വർഷം തോറും നമ്മൾ സ്വന്തം ഉണ്ടാക്കി എടുക്കുകയാണ്. നമ്മൾ പഠിക്കാന്ന് പറഞ്ഞ സ്കില്ല് ഓരോ ദിവസവും സ്വന്തം ഉണ്ടാക്കി എടുക്കുന്നതാണ് ലേണിംഗ് എന്ന് പറഞ്ഞ സ്കില്ല്, അല്ലാതെ ജന്മന നമുക്ക് കിട്ടുന്നതല്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എക്സാമിന് പോകുമ്പോൾ നമുക്ക് എപ്പോഴും നെഗറ്റീവ് ആവും അല്ലേ? എക്സാമിന് പോകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര നെഗറ്റീവ് അല്ലേ? തോറ്റു പോവോ, എക്സാം എഴുതണോ, എന്തിനാ എക്സാം വെച്ചിരിക്കണത്, അങ്ങനെയൊക്കെ അല്ലേ? എന്തിനാ എക്സാം, തോറ്റു പോവോ, എഴുതണോ വേണ്ടയോ, എഴുതിയില്ലെങ്കിൽ ഇപ്പൊ എന്താണെന്നൊക്കെ ആയിരിക്കും. SLC ആണ്, അങ്ങനെ നമുക്ക് ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ ക്ലാസ് ടെസ്റ്റിനെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് നമുക്ക് ഇന്ന് സയൻസിന്റെ എക്സാം പറഞ്ഞു, നമ്മൾ അല്ലെങ്കിൽ ഒരു സയൻസിന്റെ 1ാം പാഠ എക്സാം ആണെന്ന് പറഞ്ഞു. നമ്മൾ വീട്ടിൽ നിന്ന് പറഞ്ഞത് എങ്ങനെയാണ്, ഇന്ന് ആ സാർ എക്സാം പറഞ്ഞിട്ടുണ്ടാവും, പറഞ്ഞിട്ടുണ്ട്. എന്തിനാ സാർ എക്സാം പറഞ്ഞിരിക്കുന്നത്, വേറൊരു പണിയില്ലാത്തതുകൊണ്ടാണ്, എനിക്കാണെങ്കിൽ എക്സാം എഴുതാൻ താല്പര്യമില്ല, ഇഷ്ടമല്ല, ജയിക്കോ, അങ്ങനെ നമ്മൾ 100 ചിന്തകളായിട്ടായിരിക്കും ബസ്സിൽ കയറിയിട്ട് ക്ലാസ് വരെ എത്തുന്നത് അല്ലേ? അങ്ങനെയല്ലേ നിങ്ങളൊക്കെ ചെയ്യണത്? അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? അപ്പൊ ഞാനൊരു കാര്യം പറയാണ്, നിങ്ങളൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് സ്കൂളിൽ എത്തണമെങ്കിൽ എന്ത് കാരണം, ബസ് കയറണം. ബസ് സ്റ്റോപ്പ് നിൽക്കുകയാണ്. അപ്പൊ ബസ് സ്റ്റോപ്പ് നിൽക്കുമ്പോൾ നമ്മൾ ബസ് കയറുമ്പോൾ വിചാരിക്കുന്നുണ്ടോ
ഈ ബസ് മറിയോ, ഈ ബസ് ഇടിക്കോ, ഇത് എന്തെങ്കിലും അപകടം പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കയറുന്നുണ്ടോ ബസ്സിന്? ഇല്ലല്ലോ. അതുപോലെയാണ് എക്സാം നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യമേ തോക്കും എന്ന് പറയും, എന്നിട്ടാണ് എക്സാം പോയി എഴുതുന്നത് അല്ലേ? ഞാൻ തോക്കും നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മനസ്സിന് 1000 വട്ടം പറഞ്ഞ് പഠിപ്പിക്കും. അപ്പൊ മനസ്സിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞാൽ അത് തന്നെ സംഭവിക്കും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യിക്കും നമ്മൾ പറയുന്ന നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്നാണ് നമുക്ക് ഉള്ളിലേക്ക് കയറും, അത് തന്നെ സംഭവിക്കുകയും ചെയ്യും. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും പറയാനും മടിയാണ്, പ്രവർത്തിക്കാനും മടിയാണ്. അതൊരു മനസ്സിന്റെ ഒരു സംഭവം തന്നെയാണ്. നെഗറ്റീവായിട്ടുള്ളത് പെട്ടെന്ന് ഉള്ളിലേക്ക് കയറിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നെഗറ്റീവായിട്ടുള്ള സാധനങ്ങൾക്ക്. പോസിറ്റീവായ സാധനങ്ങൾ എന്ന് പറയുന്നത് പെട്ടെന്ന് ഉള്ളിലേക്ക് കയറില്ല. ഞാൻ ജയിക്കും എന്ന് പറഞ്ഞിട്ട് എത്ര പേര് എക്സാം എഴുതാൻ പോവലുണ്ട്? ഒരാൾ മാത്രമേ പോവലുള്ളൂ. ലാസ്റ്റ് അല്ലാതെ അതാ കൊച്ചു വേറെ ആരും അങ്ങനെ പോവലില്ല അല്ലേ? അതന്നെയാണ് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് വേണം എക്സാമിന് പോവുക. ഇത് ജയിക്കും, അതായത് നമ്മൾ ഒരുപാട് മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഈ പരീക്ഷയ്ക്ക് ഞാൻ ജയിച്ചിരിക്കും എന്നുള്ളൊരു വിശ്വാസം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ നമുക്ക് ഇപ്പൊ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ലാസ്റ്റ് സ്റ്റേജിൽ നമ്മളൊരു ടെക്നിക്ക് ഉപയോഗിച്ചാണ് ഇനി പഠിക്കാൻ പോകുന്നത്. നമുക്കൊരു ടെക്നിക്ക് ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. യുണീക്ക് എന്നാണ് ടെക്നിക്കിന്റെ പേര്. ഈ ടെക്നിക്ക് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നമുക്ക് പഠിക്കാൻ പറ്റുന്ന ടെക്നിക്ക് ഉണ്ട്. പഠിക്കുന്ന ഒരു ടെക്നിക്കാണ്, അല്ലെങ്കിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പഠനത്തിന്റെ ടെക്നിക്കാണ് യുണീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നിക്ക്. ഈ ടെക്നിക്ക് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? യുണീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കിന്റെ അർത്ഥം അറിയോ? യുണീക്നെസ്, യുണീക്ക്. മനുഷ്യന്മാരൊക്കെ യുണീക്കാന്ന് പറയില്ലേ? എല്ലാ മനുഷ്യരും യുണീക്കാന്ന് പറയില്ലേ? നമ്മളൊക്കെ വ്യത്യസ്തരാണ് എന്ന് പറയില്ലേ? വ്യത്യസ്തമായ കഴിവുകളും വ്യത്യസ്തമായ രീതികളൊക്കെ ഉള്ളവരാന്ന് പറയില്ലേ? യൂണിറ്റി അല്ല യുണീക്ക്. അത് നമ്മൾ മനുഷ്യന്മാരൊക്കെ യുണീക്കാണ്. ഓരോ രീതിയിലാണ് കഴിവുകള്, ഓരോ രീതിയിലാണ് ഷേപ്പുകള്, വർത്തമാനങ്ങള് എല്ലാം വ്യത്യസ്ത രീതിയിലുള്ളതിനാണ് നമ്മൾ യുണീക്ക് എന്ന് പറയുന്നത്. അല്ല, ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ബ്രെയിൻ ഉപയോഗിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പറയുക. നമ്മൾ എന്ത് ചെയ്യും? വായിക്കും, എനിക്ക് കിട്ടുന്നില്ല, അവിടെ നിർത്തിയിട്ട് പോകും അല്ലേ? നമ്മൾ എന്ത് ചെയ്യും? 2 വട്ടം ഒരു സംഭവം വായിക്കും, നമുക്ക് അത് കിട്ടുന്നുണ്ടാവില്ല, നമ്മൾ എന്ത് ചെയ്യും? അത് അവിടെ നിർത്തിയിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോകും. അങ്ങനെയല്ലേ ചെയ്യുന്നേ? നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇടതുവശത്തെ ബ്രെയിനിലാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നതും മാത്സ് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ഇടതുവശത്താണ്. ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നമ്മളിങ്ങനെ വിഷ്വൽ കാണില്ലേ? സിനിമ കാണുമ്പോൾ വിഷ്വലായിട്ട് കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ വലതുവശത്തെ ബ്രെയിനിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അങ്ങനെയാണ് നമ്മളിപ്പോ ഇങ്ങനെ പഠിക്കുന്നത്. കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്തിരിക്കണം നമ്മുടെ ഇടതുവശത്തും. അതുപോലെ നമ്മൾ വിഷ്വലായിട്ട് കാണുന്ന കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണം നമ്മുടെ വലതുവശത്തെ ബ്രെയിനിലുമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് പഠിക്കുക. നമ്മൾ സയൻസ് പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സിനിമ കാണുന്ന പോലെ, അല്ലെങ്കിൽ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഏറ്റവും നല്ലത് വിഷ്വലൈസ് ചെയ്ത് പഠിക്കുക. ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിൽ വിഷ്വലൈസ് ചെയ്ത് പഠിക്കുമ്പോൾ രണ്ടും കൂടെ മിക്സ് ആവും. രണ്ട് സംഭവം കൂടെ മിക്സ് ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? പെട്ടെന്ന് ഓർത്തെടുത്ത് വെച്ച് പഠിക്കാൻ പറ്റും. അപ്പൊ ടീച്ചർമാരൊക്കെ പറയാം, നമ്മൾ എന്ത് ചെയ്യും? അടി വരയ്ക്കുമ്പോൾ കളർ പെൻസിൽ കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇങ്ങോട്ട് വരച്ചിട്ട് ഇമ്പോർട്ടന്റ് ആയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരില്ലേ? അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞു തരുന്നത് എന്തിനാണ്? അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മുടെ ബ്രെയിനിലേക്ക് പെട്ടെന്ന് കാണുക. നമ്മളിപ്പോ ഒരു വെള്ള പേപ്പർ തന്നെ കൊണ്ടുവച്ചു, ആരെങ്കിലും ശ്രദ്ധിക്കോ? ഇല്ലല്ലോ. ഞാൻ കുറെ നക്ഷത്രോ പൂക്കളൊക്കെ വരച്ചിട്ട് ഒരു വെള്ള പേപ്പർ കൊണ്ടുവച്ചു, നിങ്ങൾ ശ്രദ്ധിക്കോ? ഇത് തന്നെയാണ് നമ്മുടെ ബ്രെയിൻ ചെയ്യുന്നത്. നമ്മൾ എന്തെങ്കിലും പ്ലെയിൻ ആയിട്ടുള്ള ബുക്കിൽ കുറെ നേരം നോക്കിയിരിക്കും, എന്തെങ്കിലും നമുക്ക് മനസ്സിലാകുമോ? ഇല്ല. അതിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ എന്ത് ചെയ്യണം? അണ്ടർലൈൻ ചെയ്യണം, അല്ലെങ്കിൽ മാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ സ്കോറിലാക്കണം. അങ്ങനെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ അങ്ങനെയൊക്കെ മാർക്ക് ചെയ്ത് പഠിച്ചാൽ എന്ത് ചെയ്യും? നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും? പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് ഓർമ്മയിലിരിക്കും. ഇതേ സാധനം എക്സാമിൽ വരുമ്പോൾ നമുക്ക് ഓർമ്മ വരും. ഇന്ന ബുക്കിൽ ഇന്ന പേജിൽ ഇന്ന കളറിൽ ഞാൻ അടിച്ചു വെച്ച സാധനമാണ് ഇവിടെ ചോദിച്ചിരിക്കണ എന്നുള്ള സംഭവം എക്സാം ഹോളിൽ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും. എങ്ങനെയാണ് ബ്രെയിൻ യൂസ് ചെയ്ത് പഠിക്കുന്നത്? ഇങ്ങനെ ചെയ്യലുണ്ടോ? എന്ത് ചെയ്യും?
എല്ലാവരും കുറെ സംഭവം വായിക്കും, പഠിക്കുന്നുണ്ടോ? ഒരുപാട് ടൈം നമ്മൾ ഇന്ന് പഠിക്കുന്നുണ്ട് അല്ലേ? കുറെ സമയം ഒരു 2-3 മണിക്കൂറൊക്കെ പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഉചിതമായിട്ടുള്ള രീതിയിലാണോ പഠിക്കുന്നത്? വെറുതെ ടൈം കളയാൻ വേണ്ടിയിട്ട് പഠിക്കും. ഇതൊക്കെ ചെയ്യും എനിക്ക് മനസ്സിലാവുന്നില്ല, എന്റെ തലയിലൊന്നും ഇരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ ആക്കി തീർക്കും അല്ലേ? പിന്നെ എൻ, യൂണിക്കിന്റെ സെക്കൻഡ് ലെറ്റർ ഏതാ? എൻ. അത് നമ്മൾ നോട്ട് ദി പോയിന്റ് എന്നാണ് പറയാ. എന്തെയും കുഞ്ഞു കുഞ്ഞു പോയിന്റുകൾ നോട്ട് ചെയ്തിട്ട് പഠിക്കുക. കീ പോയിന്റുകളില്ലേ, അതായത് ഒരു വലിയ പാരഗ്രാഫ് ആയിരിക്കും. വലിയ പാരഗ്രാഫ് അതുപോലെ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, കുഞ്ഞു കുഞ്ഞു പോയിന്റുകളാക്കിയിട്ട് നമ്മൾ നോട്ട് ചെയ്ത് ആ പോയിന്റ് കാണുമ്പോൾ നമുക്ക് എന്ത് സംഭവം എന്ന് മനസ്സിലാവണം. അതായത് ആ പോയിന്റ് നോക്കുമ്പോൾ ഇന്ന സംഭവമാണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ കീ പോയിന്റ് ആയിട്ട് നമ്മൾ പഠിക്കണം. പിന്നെ എന്ത് ചെയ്യണം, പിന്നെ ഐ. യൂണിക്കിന്റെ 3ാമത്തെ ലെറ്റർ ആണ് ഐ. ഐ എന്താണ് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഐഡിയ അല്ല, വേറെ ഇമേജ് അല്ല. അടുത്തത് പിന്നെ വേറെ എലിഫന്റോ? ഇന്റർവെൽ കേട്ടിട്ടുണ്ടോ? ഇന്റർവെൽ നമുക്കൊക്കെ എന്തിനാ ഇന്റർവെൽ പറഞ്ഞേ? ഒരു പീരീഡ് കഴിയുമ്പോൾ 2 പീരീഡ് കഴിയുമ്പോഴൊക്കെ ബ്രേക്ക് തരില്ലേ? എന്തിനാ? ഞാനിവിടെ കണ്ടിന്യൂസ് ആയിട്ട് 2 മണിക്കൂർ നിന്ന് നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ മുഷിയില്ലേ? നിങ്ങൾക്ക് മടുപ്പ് വരില്ലേ? വരും. അതുപോലെ തന്നെയാണ് പഠിക്കുമ്പോൾ നമുക്ക് ബ്രെയിനിൽ മാക്സിമം പോയാൽ 1/2 മണിക്കൂർ മാത്രം സ്റ്റോർ ചെയ്ത് വെക്കാനേ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനും പറയും എനിക്ക് ദേഷ്യം വരുന്നു, എനിക്ക് മുഷിയിൽ വരുന്നു, എനിക്ക് ബോറടിക്കുന്നു എന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 1/2 മണിക്കൂറിന് ശേഷം ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അതാണ് ഇന്റർവെല്. അതായത് ഇന്റർവെല്ലിട്ട് പഠിക്കുക. നമ്മൾ 20 മിനിറ്റ് പഠിച്ചു, ഒരു 10 മിനിറ്റ് ഇന്റർവെല്, പിന്നെ 20 മിനിറ്റ് പഠിച്ചു. അതുകൊണ്ടാണ് നമുക്ക് ഇന്റർവെല് തരുന്നത്. അല്ലാതെ ഇവിടുത്തെ പ്രീ പീരീഡോ ടീ ബ്രേക്ക് അല്ല, നമുക്കൊന്ന് റിലാക്സേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ബ്രെയിൻ ഒന്ന് റിലാക്സേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ഇവിടെ ഇന്റർവെല് തരുന്നത്. അതുപോലെ നമ്മൾ എന്തെങ്കിലും പഠിക്കുമ്പോഴും നമ്മുടെ ബ്രെയിനിന് കുറച്ച് ഇന്റർവെല് കൊടുക്കണം. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 2 മണിക്കൂർ വായിച്ചാൽ ഫസ്റ്റത്തെ 20 മിനിറ്റ് വായിച്ചത് മാത്രമേ നമ്മൾ നല്ല ബോധത്തോടെ വായിച്ചത് നമ്മുടെ മെമ്മറി കയറിയിട്ടുണ്ടാവുള്ളൂ. ബാക്കി മണിക്കൂറുകളൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്തതും നമ്മൾ വായിച്ചെടുത്തതും വെറും വേസ്റ്റ് ആണ്, ഓർമ്മ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇന്റർവെൽ ഇട്ടിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത ലെറ്റർ ഏതാ യൂണിക്കിന്റെ? ഇല്ല, സി ഇല്ല. നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യണം. ഇപ്പൊ അതിന്റെ ടൈമല്ലേ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയല്ലേ? എത്ര ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ദിവസം ചെയ്യും? എത്ര ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ദിവസം വർക്ക്ഔട്ട് ചെയ്യലുണ്ട്? ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ? തുടങ്ങലുണ്ടോ? ഒരു ദിവസം എത്ര ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാറുണ്ടോ? ഒന്ന് ചെയ്യലുണ്ട്. ഒന്ന് മാത്രമേ ചെയ്യലുള്ളൂ? ചെയ്യലുണ്ടോ? ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാറുണ്ടോ? ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ 10ാം ക്ലാസ് പരീക്ഷ പേപ്പർ ഉണ്ടാവില്ലേ? അങ്ങനത്തെ പേപ്പറുകൾ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാറുണ്ടോ? ചെയ്യലുണ്ടോ? അതെന്തൊരു ഉറപ്പില്ലാത്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനൊക്കെ പറയുന്നത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാറുണ്ടോ? ഇതൊരു ഉറപ്പില്ലാത്തത് ചെയ്യലുണ്ടോ? എത്ര എണ്ണം ചെയ്യും ഒരു ദിവസം? 2 എണ്ണം, 3 എണ്ണം? 2 എണ്ണം ചെയ്യും. ഏതൊക്കെ സബ്ജക്ട് ചെയ്യും? സോഷ്യല് തമിഴ് മാർക്സ് ഡെയിലി ചെയ്യുന്നില്ലേ? വേറെ ഒന്നും ചെയ്യില്ലേ? മാത്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞോ? 10 സബ്ജക്റ്റിന്റെ ഇതുവരെ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. നമ്മൾ എന്തെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട്
അതനുസരിച്ച് പഠിക്കാൻ വേണ്ടി പറ്റും. അതാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ വർഷം ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വന്നത്, ഒരുപക്ഷെ ഈ വർഷം ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നേക്കാന്നുള്ളൊരു തോട്ട് നമ്മുടെ മൈൻഡിൽ തന്നെ വരും. അപ്പൊ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലാതെ വെറുതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഓക്കെ കഴിഞ്ഞ വട്ടം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഇന്ന് ചിലപ്പോൾ ഈ വർഷം ഇങ്ങനെ തിരിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള സംഭവം നമ്മുടെ ഉള്ളിൽ വരണം. പിന്നെ അടുത്ത ടെക്സ്റ്റിൽ ഏതാ, യു. നമ്മൾ എന്ത് ചെയ്യും, അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കുറച്ചേ പഠിക്കുന്നുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കുറെ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും, കുറച്ചേ പഠിക്കുന്നുണ്ടാവുക. കുറച്ചേ പഠിക്കുന്നുള്ളൂങ്കിലും കുറച്ച് പഠിച്ചത് എന്താണ് നമുക്ക് അറിയണം. ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് പഠിച്ചിട്ടുണ്ടാവുള്ളൂ. 10 മിനിറ്റ് എന്താ പഠിച്ചതെന്ന് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അല്ലാതെ നമ്മൾ കുറേ നേരം പഠിച്ചതൊക്കെ മറന്നു പോകുന്നുള്ളതല്ലാതെ നമ്മൾ കുറഞ്ഞ ടൈമേ പഠിച്ചിട്ടുള്ളൂങ്കിലും കുറഞ്ഞ ടൈമിൽ എന്താണ് നമ്മൾ പഠിച്ചത്, എന്താണ് നമ്മുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെച്ചെന്നുള്ള കാര്യം നമുക്ക് ഓർമ്മയുണ്ടാവണം. അതാണ് യു എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് ഇ. എന്താ ഈ എങ്കിലും നിങ്ങൾ പറ, എക്സാം അല്ല. അടുത്ത എന്തല്ല, പിന്നെ എൻട്രൻസോ, എഡ്യൂക്കേഷൻ അല്ല. വേറെ എന്തെങ്കിലും ഉണ്ടോ? എക്സസൈസ് ചെയ്യാൻ കേട്ടിട്ടുണ്ടോ? എന്താ കൈ കാലൊക്കെ എക്സസൈസ് അല്ല. കൈ കാലൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ശരീരം നിങ്ങൾ വേണ്ടി ചെയ്യുന്ന എക്സസൈസ് അല്ല. ബ്രെയിന് നമ്മൾ കൊടുക്കുന്ന പണിയാണ്, ബ്രെയിനിന് കൊടുക്കുന്ന സംഭവമാണ് എക്സസൈസ് എന്ന് പറയുന്നത്. അത് ചെയ്യുന്നുണ്ടോ? നമ്മൾ എന്ത് ചെയ്യണം, കുറെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾക്കിപ്പോ ഒരു ക്വസ്റ്റ്യൻ ഒരു പാരഗ്രാഫ് പഠിച്ചാൽ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടോ? അതാണ് എക്സസൈസ് എന്ന് പറയുന്നത്. ഒരു പാരഗ്രാഫ് പഠിച്ചിട്ട് അതിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടോ? അതുപോലെ ഒരു കാര്യം പഠിച്ചിട്ട് അതിനെ നമുക്ക് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കാണാൻ കഴിയുന്നുണ്ടോ? അതാണ് നമ്മൾ ആ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിനോട് കാണിക്കുന്ന എക്സസൈസ് എന്ന് പറയുന്നത്. നമുക്കൊക്കെ ഇംഗ്ലീഷ് ബുക്കിൽ ഉണ്ടാവില്ലേ, നമുക്ക് ഒരു പാരഗ്രാഫ് കണ്ടിട്ട് എക്സസൈസ് 1 എക്സസൈസ് 2 എന്ന് പറഞ്ഞിട്ട് തന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ടെസ്റ്റിലൊക്കെ കാണില്ലേ? ഇല്ലേ, നിങ്ങളുടെ ഇംഗ്ലീഷ് ടെസ്റ്റിലില്ലേ? ഞങ്ങൾ പഠിച്ചപ്പെട്ടായിരുന്നു. ഇല്ലേ? ഉണ്ട്, സാറുണ്ടെന്ന് പറയണ്ടല്ലോ. നിങ്ങളൊന്നും കണ്ടിട്ടില്ലേ? ഇല്ലേ? ആക്ടിവിറ്റി കേട്ടിട്ടുണ്ടോ ഇംഗ്ലീഷില്? ആക്ടിവിറ്റി 1 ആക്ടിവിറ്റി 2 അത് തന്നെയാണ്. ആ സംഭവം ചെയ്യുമ്പോ എന്താണ്, നമുക്ക് ബ്രെയിൻ എക്സസൈസ് ആവും, അല്ലെങ്കിൽ ബ്രെയിൻ അതൊരു എക്സസൈസ് ആവും, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ കൂടും. ഇതാണ് യുണീക് ടെക്നിക്ക്. അതായത് കുട്ടികൾക്കുള്ളിൽ അല്ലെങ്കിൽ കുട്ടികൾക്കിടയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു ടെക്നിക്കാണ് യുണീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്ക്. അപ്പോൾ ഈ ഒരു പരീക്ഷാകാലമാണ്. പരീക്ഷാകാലത്ത് പേടി ഉണ്ടാവും, പേടിയുടെ സൈഡിൽ നിൽക്കിട്ട് ടെക്നിക്ക് ഉണ്ട്. പേടി മാറ്റാനുള്ള ടെക്നിക്ക് ഇപ്പോൾ പറഞ്ഞ് യുണീക്ക് എന്നുള്ള ടെക്നിക്ക്. ഈ ഒരു യുണീക്ക് ടെക്നിക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ റിവിഷൻ ടൈമാണ്. ഇനി മാർച്ച് എന്താ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്? മാർച്ച് 4 എന്താ കംപ്ലീറ്റ് ചെയ്യുന്നത്? ലാസ്റ്റ് എക്സാം എന്നാ? മാർച്ച് 31 അല്ല, 25 മുന്നേ ഇല്ലേ? ലാസ്റ്റ് റിസൾട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന 25 31 അല്ല, 31 ലീവാ, 25 ആണ്, 25 ഓക്കെ. നമുക്കൊരു ആക്ടിവിറ്റി ചെയ്താലോ? നിങ്ങൾക്ക് എത്രത്തോളം ബ്രെയിൻ കപ്പാസിറ്റി ഉണ്ട് നോക്കാം. എന്നാ വേണ്ട, എല്ലാവരും ആക്ടിവിറ്റിയാണ്, കുഞ്ഞ ആക്ടിവിറ്റിയാണ്. വേഗം തെറ്റിക്കുന്ന ആക്ടിവിറ്റിയാണ്, കുഞ്ഞ ആക്ടിവിറ്റിയാണ്. നിങ്ങൾ വേഗം തെറ്റിക്കും. ഒരു ആക്ഷനാണ്. പാപ്പൻ എന്ന് പറയുമ്പോൾ കൈ ഇങ്ങനെ കാണിക്കണം, പപ്പടം എന്ന് പറയുമ്പോൾ കൈ ഇങ്ങനെ, പൊട്ടിച്ചെന്ന് പറയുമ്പോൾ ക്ലാപ്പ് ചെയ്യണം. നിങ്ങൾ ചെയ്തിട്ടുള്ള കഴിയുമല്ലേ ഇത്? എത്ര പേര് തെറ്റിക്കും നോക്കട്ടെ. തെറ്റിപ്പോവോ? മാറ്റി മാറ്റി പറയും, ആക്ഷൻ മാറ്റി മാറ്റി ചെയ്യണം. ആക്ഷൻ കിട്ടിയില്ലേ?
ക്യാമ്പിൽ ചെയ്യുന്ന ആക്ടിവിറ്റി അല്ലേ? പാപ്പൻ പറയട്ടോ, തെറ്റിക്കുന്നവരെ ഇരിക്കണം കേട്ടോ. പാപ്പൻ പപ്പടം പൊട്ടിച്ചു. പാപ്പൻ പപ്പടം പൊട്ടിച്ചു. പാപ്പൻ പപ്പടം പപ്പടം പൊട്ടിച്ചു. പാപ്പൻ പപ്പടം പൊട്ടിച്ചു. പാപ്പൻ പപ്പടം പൊട്ടിച്ചു. പാപ്പൻ പൊട്ടിച്ചു പപ്പടം. പാപ്പൻ പപ്പടം പൊട്ടിച്ചു. കൈയടിച്ചില്ലായാലും പാപ്പൻ പപ്പടം പൊട്ടിച്ചു. പാപ്പൻ പൊട്ടിച്ചു പപ്പടം. പപ്പടം പാപ്പൻ പാപ്പൻ പപ്പടം. പപ്പടം പൊട്ടിച്ചു. പാപ്പൻ പപ്പടം പൊട്ടിച്ചു. പാപ്പൻ പപ്പടം പൊട്ടിച്ചു. പാപ്പൻ പൊട്ടിച്ചു പപ്പടം. പപ്പടം പാപ്പൻ. പപ്പടം പൊട്ടിച്ചു. പാപ്പൻ പപ്പടം. പാപ്പൻ പപ്പടം. പപ്പടം പപ്പടം പാപ്പൻ. പപ്പടം പപ്പടം പാപ്പൻ. പാപ്പൻ പപ്പടം. പപ്പടം പാപ്പൻ. പാപ്പൻ ഓർത്തിട്ടില്ലേ? പപ്പടം പപ്പടം പാപ്പൻ. പാപ്പൻ ക്ലാപ്പ് കൊടുത്തേ. ഇതൊരു കുഞ്ഞു കഥ പറഞ്ഞിട്ടെ, ഒരു കുഞ്ഞു കഥ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു മോട്ടൽ സെക്ഷൻ ക്ലാസ് പോവാം. ഓക്കെ? ഒരു കാട്, ഒരു വലിയ കാട്ടില് ഒരു പുലി ഉണ്ടായിരുന്നു. ആ പുലി ഒരു മുയലിനെ കണ്ടു. ഗെയിമിന് വായിക്കാം അവിടെ. ഒരു കാട്ടില് ഒരു വലിയ പുലി ഉണ്ടായിരുന്നു. ഈ പുലി മുയലിനെ കണ്ടു. അപ്പൊ പുലിക്കൊരു ആഗ്രഹം, മുയലിനെ പിടിക്കണം, ഇന്നെന്റെ ഭക്ഷണമായാലോ എന്നുള്ള ആഗ്രഹം. അപ്പൊ പുലി എന്ത് ചെയ്തു? ഈ മുയലിനെ പിടിക്കാൻ വേണ്ടി ഓടിച്ചു. മുയലോ നൂറിലോടി പുലിയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പൊ പുലിക്ക് ദേഷ്യം വന്നു. എന്നേക്കാൾ ചെറുതായിട്ടുള്ള സാധനം എന്നെ തോപ്പിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ദേഷ്യം വരും. അതുപോലെ പുലിക്ക് എന്ത് ചെയ്തു? ദേഷ്യം വന്നു. അതിനുശേഷം പിറ്റേ ദിവസം പുലി എന്ത് ചെയ്തു? മുയലിട്ട് ഓടിച്ചു. മുയൽ എന്ത് ചെയ്തു? ഓടി രക്ഷപ്പെട്ടു. മൂന്നാമത്തെ ദിവസം റിപ്പീറ്റ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു? മുയൽ എന്ത് ചെയ്തു? മുയലിന്റെ ജീവനും കൂടെ ഓടി രക്ഷപ്പെട്ടു. നാലാം ദിവസം ഇത് ചെയ്തു. അഞ്ചാം ദിവസം ആയപ്പോഴത്തേനും പുലിക്ക് ഭയങ്കര ഒരു ടെൻഷനും, അയ്യോ ഞാൻ കുറച്ചായി പോകണല്ലോ എന്നൊരു ഫീല് തോന്നി. ഫീല് വന്നിട്ട് പുലി എന്ത് ചെയ്തു? പുലി എല്ലാം കുറെ പദ്ധതികളും ഗൂഢാലോചനകളൊക്കെ ചെയ്തിട്ട് സർവ്വദൈവങ്ങളെയും പ്രാർത്ഥിച്ചിട്ട് ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷെ കിട്ടിക്കാണുവോ? കിട്ടിയില്ല. മുയല് അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. ആറാമത്തെ ദിവസം ഇത് റിപ്പീറ്റ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു? പുലി എന്ത് ചെയ്തു? സുല്ല് പറഞ്ഞു. എന്ത് ചെയ്തു? പുലി പറഞ്ഞു മടുത്തു. മുയലിനെ 6 ദിവസം ഓടിച്ചിട്ടും എന്ത് ചെയ്യുന്നു? പിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പുലിക്ക് ഭയങ്കര മടുപ്പായി. പുലി നിർത്തി. എന്നിട്ട് പുലിയുടെ ഒരു കുഞ്ഞു വീടുണ്ട്. ആ വീടിന്റെ മുറ്റത്ത് വന്നിട്ട് പുലി ചോദിച്ചു, മുയലെ നീ എന്ത് തന്ത്രമാണ് പ്രയോഗിക്കുന്നത് എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടെന്ന് ചോദിക്കാം. ഞാൻ ഇത്ര വലിയൊരാളാണ്, നിന്നെ പോലെ ഒരു കുഞ്ഞാൾക്ക് എനിക്ക് പിടിക്കാൻ കഴിയുന്നില്ല. നീ എന്ത് ടെക്നിക്കാണ് എന്നിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിക്കണേന്ന് ചോദിച്ചു. അപ്പോൾ മുയൽ ചോദിച്ചു, പുലി നീ എന്തിനാണ് എന്നെ ഓടിക്കണേന്ന്? അപ്പൊ പുലി എന്ത് പറയും? പുലി പറഞ്ഞു, നിന്നെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓടിക്കണത്. നിന്നെ ഒന്ന് പിടിക്കണം, അതുകൊണ്ടാണ് ഓടിക്കണേന്ന് പറഞ്ഞു. അപ്പൊ മുയൽ ഭയങ്കര കോൺഫിഡൻസോട് പറയാ, നീ എന്നെ പിടിക്കാൻ വേണ്ടിയിട്ടല്ല ഓടിക്കണേന്ന് പറഞ്ഞു. അപ്പൊ പുലി അന്തം വിട്ടിട്ട് പറയാണ്, ഞാൻ നിന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഓടിക്കണത്, വേറെ ഒന്നുമല്ല പുലി പറയാണ്. അപ്പൊ ഇതിന്റെ കോൺഫിഡൻസ് ആയിട്ട് മുയൽ റിപ്ലൈ കൊടുക്കുകയാണ്, അതിന് വേണ്ടിയിട്ടല്ല നീ എന്നെ ഓടിക്കണത്. ഞാൻ പറയട്ടെ, നിന്റെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടല്ലേ നീ എന്നെ ഓടിക്കണത്. പക്ഷെ
എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പഠനം വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഉത്തരം കണ്ടെത്തിയിട്ട് നല്ല രീതിയിൽ പഠിച്ചിട്ട് SSLC